വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. വിനോദ, ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ തിരുവനന്തപുരത്തെ ഒരു ആവേശം, തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം മുന്നണികൾ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? പ്രചാരണം ഏതുവരെ എത്തി? തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിക്കുമ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും ആ പ്രചാരണം കൊഴുക്കുക? അശ്വതി, വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തിറങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി ചിത്രം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇന്ന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. പക്ഷേ വളരെ മുൻപ് തന്നെ തിരുവനന്തപുരത്ത് കാര്യങ്ങൾ ചൂടുപിടിച്ചിട്ടുണ്ട്. വോട്ടർമാരെ നേരിട്ട് കാണുന്ന നടപടികളിലേക്കെല്ലാം തന്നെയും സ്ഥാനാർത്ഥികൾ പോയി. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കാണുക, ദേവാലയങ്ങൾ സന്ദർശിക്കുക, അമ്പലവും പള്ളികളും മസ്ജിദുകളും എല്ലാം സന്ദർശിക്കുക, പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും നടക്കുന്ന പൗരസമിതികളും മറ്റും സംഘടിപ്പിക്കുന്ന പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക, ദേവാലയങ്ങളിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുക, ഈ തരത്തിലൊക്കെയും സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ നിറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. BJPയെ സംബന്ധിച്ച് അവർ A+ മണ്ഡലം എന്ന നിലയ്ക്ക് കാണുന്ന ഒരിടമാണ് തിരുവനന്തപുരം. നേരത്തെയൊക്കെയും വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലം. നമുക്കറിയാം, ശശി തരൂർ 3 തവണയായി ഇവിടെ MP ആയി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് 2014 തിരഞ്ഞെടുപ്പ് നമുക്കറിയാം. ഇന്ന് 15,000 വോട്ടിന് മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ ഇവിടുത്തെ വിജയം. അതായത് വളരെ ടൈറ്റ് ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നൊരു സമയമായിരുന്നു. 4 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തുന്ന സാഹചര്യമുണ്ടായി. നിയമത്ത് മാത്രമാണ് ഇതുവരെ ഒരു അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിലാണ് BJP ഒന്നാം സ്ഥാനത്തെത്തിയത്. വലിയ വേരോട്ടമുള്ള സ്ഥലമാണ് BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം. തീരദേശ വോട്ടുകളിലാണ് പ്രധാനമായും UDF കണ്ണുവെച്ചിട്ടുള്ളത്. അവിടെയും ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് BJP. ലത്തീൻ സഭയുടെ ഒരു സ്ഥാനാർത്ഥി, ഒരുപക്ഷെ സഭ നേരിട്ട് തന്നെ അല്ലെങ്കിൽ കൂടി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അവിടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക എന്ന ഒരു തന്ത്രത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. അത് ആർക്കും ഗുണകരമാകും എന്നതടക്കമുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. നാടാർ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. അതായത് പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടുന്ന നാടാർ വോട്ടുകളുണ്ട്, ആ വോട്ടിൽ വിള്ളലുണ്ടാക്കുക, അങ്ങനെ പല തരത്തിലുള്ള ആലോചനകളും തന്ത്രങ്ങളുമൊക്കെയും പയറ്റുന്നുണ്ട്. നേരത്തെ തന്നെ ഇവിടെ MP ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹമാണ് CPIയുടെ സ്ഥാനാർത്ഥി. ജനകീയനാണ്, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. അദ്ദേഹം സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളെല്ലാം തന്നെ സജീവമായി ഇടപെടുന്ന ആളാണ്. അദ്ദേഹമാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ലാളിത്യമുള്ള ജീവിതമാണ്, ഏറ്റവും പേരെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ്. ആ നിലയ്ക്ക് വലിയ മത്സരം നടത്താൻ കഴിയുമെന്ന് LDFും കരുതുന്നുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം 3 തവണയായി MP ആയി തുടരുന്ന ഒരു ഇടമാണ്. മറ്റൊരു മണ്ഡലം ആറ്റിങ്ങലാണ്. നമ്മൾ ആറ്റിങ്ങലിൻ്റെ കാര്യം കൂടി പരിശോധിക്കണം. അവിടെയും വളരെ തീപാറുന്ന ഒരു പോരാട്ടം തന്നെയാണ്. 3 സ്ഥാനാർത്ഥികളും ഇതിനകം തന്നെ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. കേന്ദ്രമന്ത്രി V മുരളീധരൻ അവിടെ വലിയ ജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആറ്റിങ്ങൽ. അവിടെയും ഈ തരത്തിലുള്ള സാമുദായിക വോട്ടുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും നടക്കുന്നത്. 3 പേരും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടിൻ്റെ ഗതി എന്താകും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ. അടൂർ പ്രകാശ്, അദ്ദേഹം സിറ്റിംഗ് MP ആണ്, മുൻ മന്ത്രിയാണ്, വളരെ ജനകീയനാണ്. ഒരുപക്ഷെ UDFിൻ്റെ ബാലികേറാമല എന്ന് കരുതിയിരുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. അവിടെ തുടരെ LDF ജയിച്ചിരുന്നൊരു ഇടമാണ്. സമ്പത്തിനെ പരാജയപ്പെടുത്തി അദ്ദേഹം അപ്രതീക്ഷിതമായ, അല്ലെങ്കിൽ ഒരിക്കലും ജയിക്കില്ല, UDF ജയിക്കില്ല എന്ന് കരുതിയ ഇടത് കോട്ടയെന്ന് കരുതുന്ന ആറ്റിങ്ങലിൽ വിജയിച്ച ആളാണ്, സിറ്റിംഗ് MP ആണ്. അതേസമയം LDFിൻ്റെ സ്ഥാനാർത്ഥി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് V ജോയ്. അദ്ദേഹം MLA ആണ്, DCS ആയിരുന്നു, അതായത് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന പദത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കാൻ വരുന്നത്. നല്ല ഒന്നാന്തരം സംഘാടകനാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായുള്ള ബന്ധം, അദ്ദേഹത്തിന് സംഘടനാ തലത്തിൽ ഉള്ള ഒരു സ്വാധീനം, താഴെത്തട്ടിലെ ജനങ്ങളുമായുള്ള അടുപ്പം, ഇതെല്ലാം തന്നെയും V ജോയ്ക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിലും വലിയ മത്സരമാണ് നമ്മൾ. പിന്നെ ഈ മണ്ഡലങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ സമയം, അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം എന്ന നിർണായക ദിവസമാണല്ലോ ഇന്ന്. പല മുന്നണികളും പല കാര്യങ്ങളും ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും പഴയ പല കാര്യങ്ങളും അവരുടെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയാനും ഒക്കെ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവാണ് ഈ തീയതി പ്രഖ്യാപിച്ച ശേഷമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയാവുക? പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ 2 മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് ഇതിനകത്ത്? തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തന്നെ അത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഒരുപോലെ ചർച്ചയാവുന്നൊരു വിഷയമാണ് വിഴിഞ്ഞം തുറമുഖം.
ഒന്നാമത്തെ വികസന വിഷയമായി ഉയർന്നു വരുന്നത് വിഴിഞ്ഞമാണ്. അത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു വ്യവസായ ഇടനാഴി അല്ലെങ്കിൽ സാമ്പത്തിക ഇടനാഴിയായി മാറാൻ പോകുന്ന ഒരിടമാണ് വിഴിഞ്ഞം. ലോകം രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിഴിഞ്ഞം വഴിയാകും എന്ന തരത്തിലുള്ള വലിയ പ്രചരണം. അവിടെ ആര് MP ആയി വരണം, അല്ലെങ്കിൽ ഏത് ഭരണമാണ് നല്ലത്, കൂടുതൽ ജനകീയമായി അല്ലെങ്കിൽ ഈ വികസന വിഷയങ്ങളിൽ ഇടപെടുന്ന ആര് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. പലവിധ അവകാശവാദങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി BJP നേതാക്കൾ അതിൽ അവകാശം ഉന്നയിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് തുടക്കം കുറിച്ചതും അതിനു മുൻപ് തന്നെ LDFൻ്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ, അതായത് ഓഖിയും കോവിഡും പ്രളയവും ഒക്കെയും ഉണ്ടായ സമയത്ത് പോലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ കരിങ്കലിൻ്റെയൊക്കെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു വികസന പദ്ധതിയുടെ ഇപ്പോഴുള്ളൊരു വേഗം പരിശോധിക്കുമ്പോൾ വിഴിഞ്ഞം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അത് LDF സർക്കാർ കൃത്യമായി അവരുടെ ഒരു ക്രെഡിറ്റായി തന്നെയാണ് പറയുന്നത്. മെയ് മാസത്തിൽ കപ്പലെടുക്കും എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ക്രെയിനുകളുമായുള്ള കപ്പലുകൾ വരുന്നുണ്ട്. കണ്ടെയ്നറുമായുള്ള കപ്പൽ എത്തുന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമായും തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തന്നെയാണ് ചർച്ചയാകുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം IT രംഗത്തിന് കൂടി ഒരു ഊന്നൽ നൽകുന്നുണ്ട്. IT-യുമായി ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം, കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ടെക്നോ പാർക്കൊക്കെയും തിരുവനന്തപുരത്ത് വന്നെങ്കിൽ കൂടിയും, രാജ്യത്തെ ആദ്യത്തെ പാർക്കുകളിൽ ഒന്നായി വന്നെങ്കിൽ കൂടിയും, പിന്നീട് കർണാടകയോ തമിഴ്നാടോ ഒക്കെയും കൈവരിച്ച വേഗം കേരളത്തിലുണ്ടായില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുണ്ടായില്ല. അതുകൊണ്ട് തന്നെ AI സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ തരത്തിലുള്ള പുതിയ കാല നൂതനമായ IT രംഗത്തെ വികസനം അത് കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം പരമ്പരാഗത മേഖലകളെയും അദ്ദേഹം സ്പർശിക്കുന്നുണ്ട്. ശശി തരൂർ അദ്ദേഹവും കൃത്യമായി ഇതുവരെ നടപ്പാക്കിയ വികസനങ്ങൾ, മണ്ഡലത്തിൽ പ്രധാനമായും നടപ്പാക്കിയ വികസനങ്ങൾ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹവും ആ വികസനം. ഇതൊക്കെ എങ്ങനെ വോട്ടാകും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതും. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും